ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹീറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മീര വന്ന് ചന്ദ്രയ്ക്ക് ഒരു സമ്മാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ശ്രുതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മീന ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയും ചെയ്യണം. ഇനി കൂടുതൽ നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പണി കിട്ടുമെന്ന് നമ്മുടെ മീരയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. അങ്ങനെ മീര പോയി കഴിഞ്ഞപ്പോഴേക്കും രവി പറയാണ്, അതിലെന്താണെന്ന് നോക്ക്, ഏതായാലും അവൾ കൊണ്ടുവന്ന് തന്നെയല്ലേ, അത് നോക്കിക്കഴിയുമ്പോൾ അറിയാലോ ഇത് ആരാണ് നിനക്ക് കൊടുത്തു വിട്ടതെന്ന് അറിയാലോ ചന്ദ്രേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര മനസ്സില്ലാ മനസ്സോടുകൂടി തന്നെ ആ ഒരു ഗിഫ്റ്റ് തുറക്കുക. അപ്പോൾ അത് ഗിഫ്റ്റ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു മാല ഇരിക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ കണ്ണ് തള്ളിപ്പോവണം. അയ്യോ അമ്മേ, അമ്മയ്ക്ക് ചെയിനാണല്ലോ കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ലെറ്ററും കൂടി ഉണ്ടല്ലോ. അപ്പോൾ രവി ആ ലെറ്റർ എടുത്തിട്ട് നേരെ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എടാ, ഇത് ശ്രുതിയുടെ ലെറ്റർ തന്നെയാണ്. അപ്പോൾ ശ്രുതിയാണ് ഈ നെക്ലസ് നിൻ്റെ അമ്മയ്ക്ക് കൊടുത്തു വിട്ടത്. അപ്പം ശ്രുതിയുടെ നെക്ലസ് ആണെന്ന് അറിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് കലി വരികയാണ്. എനിക്ക് ഈ നെക്ലസും വേണ്ട, ഒന്നും വേണ്ട, അവളുടെ ഒരു സമ്മാനം എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അത് ഒറ്റ വലിച്ചെറിയല. അപ്പോൾ ശ്രുതിയോട് പറയണം, അതിലെന്തെഴുതിക്കുന്നത് വായിച്ചേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആ ഒരു ലെറ്റർ വായിക്കുകയാണ്. അതിലെഴുതിയിരിക്കുന്നത്, ആൻറ്റി, ഞാൻ ആൻറ്റിയെ കാണുന്നത് എൻ്റെ അമ്മായിയമ്മയെ പോലെയല്ല, എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ്. അതുകൊണ്ട് എൻ്റെ അമ്മയുടെ പിറന്നാൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു സമ്മാനം തരണ്ടേ, എനിക്ക് അങ്ങോട്ട് വരാനുള്ള അനുവാദം ഇല്ലല്ലോ, അതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരത്തിയുടെ കയ്യിലേക്ക് ഞാൻ കൊടുത്തു വിട്ടത്. ഇത് എൻ്റെ ആൻറ്റി ഇത് സ്വീകരിക്കണം, ഞാൻ എൻ്റെ ഇത് മനസ്സ് നിറഞ്ഞ് തരുന്ന ഒരു സ്വർണ്ണമാലയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആൻറ്റി, എനിക്ക് തെറ്റ് പറ്റിപ്പോയി ആൻറ്റി, ഇനി ഞാൻ അങ്ങനെ ഒരു കാര്യം ആവർത്തിക്കില്ല. ആൻറ്റി എന്നെ വെറുക്കരുത് ആൻറ്റി, ആൻറ്റി എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങനെ നീണ്ട കര പോലെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. ഇത് കണ്ട് ശ്രുതിയാണെങ്കിൽ, കണ്ടോ അമ്മ എന്നോട് എത്രമാത്രം സ്നേഹമുണ്ട് ശ്രുതിക്ക്, അതുകൊണ്ടാണല്ലോ ഈ നെക്ലസൊക്കെ തന്നത്. ഇവിടെ ആരെങ്കിലും അങ്ങനെ ഒരു ഗിഫ്റ്റ് അമ്മയ്ക്ക് തന്നോ അമ്മേ? ഓ, സച്ചിയും രേവതിയാണെങ്കിൽ എന്താ കാണിച്ചു കൂട്ടിയത്, ഡെക്കറേഷനൊക്കെ ചെയ്തു, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അവരെക്കൊണ്ട് ഈ ഇങ്ങനത്തെ സമ്മാനങ്ങൾ തരാൻ പറ്റുമോ അമ്മേ? ശ്രുതി ആയതുകൊണ്ടാണ്. ശ്രുതി അമ്മയെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ മിണ്ടി പോകരുത് നീയ, അവളെക്കുറിച്ച് കുറേ നേരം ആയാലും കിടന്ന് വാതോരാതെ ഇങ്ങനെ നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ, എൻ്റെ പിറന്നാളെന്നുള്ളൊരു കാര്യം നീ ഓർത്തോടാ. അതിവിടെ ഓർത്തത് സച്ചിയും രേവതിയുമാണ്, മനസ്സിലായോ? നീ ആ കാര്യം ഓർത്തില്ല. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും നാളത്തെ ഡേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ എന്താ പറഞ്ഞത്? ശ്രുതി പാർലറിട്ട ദിവസം, അല്ലെങ്കിൽ ശ്രുതിയുടെ ബർത്ത്ഡേ ആണോ? അല്ലല്ലോ, ശ്രുതിയുടെ ബർത്ത്ഡേ ഇന്ന ദിവസമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ വാതോരാതെ അവളെക്കുറിച്ച് പറഞ്ഞല്ലോ. പക്ഷേ എന്നെക്കുറിച്ചുള്ളൊരു കാര്യം നീ ആലോചിച്ചോടാ. എനിക്ക് നിൻ്റെ ഭാര്യയുടെ സ്വർണവും വേണ്ട, വർണ്ണവും വേണ്ട, ഇത് കൊണ്ടുപോയിക്കോളാം. അപ്പോൾ സച്ചിക്കും രേവതിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു സങ്കടം തോന്നി. കാരണം അവർക്ക് അങ്ങനെ ഒരു സ്വർണ്ണമാല കൊടുക്കാനായിട്ട് പറ്റിയില്ലല്ലോ. ആ ഒരു സങ്കടം തോന്നി. അപ്പോൾ ഈ ശ്രുതി പറയണം, അമ്മ അത് പറയരുതട്ടോ അമ്മ, അവൾ ഇത്ര ആഗ്രഹിച്ച് അമ്മയ്ക്ക് സ്വർണ്ണമാല തന്നേല്ലേ അമ്മ ഇത് സ്വീകരിക്കാമേ. അപ്പോൾ രവിയാണെങ്കിൽ സ്വർണ്ണമാല സ്വീകരിക്കാനെന്നും ചന്ദ്രയോട് പറഞ്ഞില്ല, കാരണം അത്രയും കളത്തരങ്ങൾ കാണിച്ചാണല്ലോ. അപ്പോൾ രവി പറയണം, ചന്ദ്ര വിട്ടേര്, രവിയേട്ടാ മിണ്ടാതിരിക്കും രവിയേട്ടാ, അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അതെ, ഈ മാലയും എല്ലാ കാര്യങ്ങളും നാളെ മീരയുടെ അടുത്ത് കൊണ്ടേ കൊടുത്തോളണം. എന്നിട്ട് അവളോട് പറഞ്ഞേക്ക്, ശ്രുതിയുടെ ഒരു സമ്മാനവും ഇവിടെ വേണ്ടാന്ന്, അവളുടെ ഒരടവും ഈ ചന്ദ്രയുടെ മുന്നിൽ നടക്കില്ല എന്ന് അവളോട് പോയി പറഞ്ഞേക്കണം. മനസ്സിലായോന്ന്? നീ പോയി ശ്രുതിയെ കാണാൻ നിൽക്കരുത്, കേട്ടോടാ. ഇത് കേട്ട ശ്രുതി ഇങ്ങനെ ഇരുന്ന് ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ കരയാണ്. എടുത്തോണ്ട് പോടാ ഇത്, കൊടുത്ത് വിട്ടിരിക്കുന്നു അവളെ എൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയേ എന്ന് പറയാം. അങ്ങനെ ശ്രുതി അതെടുത്തോണ്ട് പോവാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഏതായാലും ആഘോഷം എല്ലാം ഗംഭീരമായിട്ട് നടന്നല്ലോ. എൻ്റെ പിറന്നാൾ ഇത്രയും നല്ലൊരു ആഘോഷമായിട്ട് നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈ ആഘോഷത്തിൽ എന്നെ ഇത്രയും സന്തോഷിപ്പിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ നമ്മുടെ ചന്ദ്ര പറയാണ്. അപ്പോൾ സച്ചിയോടും രേവതിയോടും കൂടി താങ്ക്സ് പറയാം. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. സച്ചി ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര ആഹ്ലാദത്തിൽ നിൽക്കുകയാണ്. രേവതിക്കും അതേപോലെ സന്തോഷം തോന്നി. അങ്ങനെ എല്ലാവരും കിടക്കുന്ന തയ്യാറെടുപ്പിൽ സച്ചിയും രേവതിയും കിടക്കാനായിട്ട് ഹാളിലേക്ക് പോവാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ രേവതിയോട് സച്ചി പറയാണ്, കണ്ടില്ലേ രേവതി, അമ്മ ഇത്രയും മാത്രം സന്തോഷം ഞാൻ കണ്ടിട്ടില്ലേ, നമ്മളെ എത്രമാത്രം പുകഴ്ത്തി. അപ്പോൾ ശരിക്കും അമ്മയുടെ മനസ്സ് മാറി വരുന്നുണ്ടോ രേവതി എന്ന് ചോദിച്ചപ്പോഴേക്കും, എനിക്ക് ആ കേക്ക് മുറിച്ച് എൻ്റെ വായിൽ വെച്ച് തന്നപ്പോഴേ ഞാൻ ഒരുപാട് സന്തോഷിച്ചു സച്ചിയേട്ടാ. അമ്മ അതേപോലെ എന്നോട് സ്നേഹത്തോടെ ഇങ്ങനെ പെരുമാറിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു സച്ചിയേട്ടെന്ന് പറയണം. അതെ, എൻ്റെ അമ്മയും
എന്നെയും അതേപോലെ സ്നേഹിച്ചിരുന്നെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ശരിയെന്ന് പറഞ്ഞിട്ടൊരു കിടക്കുക. പക്ഷേ സുധിയാണെങ്കിൽ ഉറക്കം വരുന്നില്ല സുധിക്ക്. സുധി ബെഡ്റൂമിൽ പോയിരുന്നിട്ട് ആ നെക്ലസ് ഒന്ന് നോക്കാം. നെക്ലസ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഉരുപ്പിടിയാണല്ലോ ആ സാധനം. നല്ല കട്ടിക്കാണ് നമ്മുടെ ശ്രുതി മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തിരിച്ചും മറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പൊട്ടൻ ശ്രുതിക്ക് ആ ഒരു മഹല കവറിങ് ആണെന്ന് പോലും തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ശ്രുതി പറയുകയാണ്, ഏതായാലും ഞാൻ ശ്രുതിയുടെ കയ്യിലേക്ക് ഇതുകൊണ്ട് കൊടുക്കാനൊന്നും പോകുന്നില്ല. ശ്രുതി അമ്മയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ് അല്ലേ, അതിപ്പോൾ എൻ്റെ കയ്യിലെന്ന് വെച്ചാൽ തന്നെ കുഴപ്പം. ഇതേ നാളെ കൊണ്ടേ പണയം വെക്കാം. ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടേ പണയം വെച്ചിട്ട് കുറച്ച് പൈസ ഇങ്ങോട്ട് മേടിക്കണം. പൈസയ്ക്ക് ഇപ്പോൾ ഭയങ്കര അത്യാവശ്യമുള്ള ടൈമാണ്, കുറേ ലോസൊക്കെ വന്നല്ലോ. അപ്പോൾ ഈ പൈസ മേടിക്കണമെന്ന് ശ്രുതി ഈ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കണം. എൻ്റെ ദൈവമേ, ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയാ? ശ്രുതി ഇത്രയും വലിയൊരു നെക്ലസൊക്കെ മേടിച്ച് കൊടുത്തിട്ട് അമ്മയ്ക്കത് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് വലിച്ചെറിഞ്ഞിരിക്കുന്നേ. എന്തായാലും ഞാനിത് തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. അമ്മയ്ക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണം. ഏതായാലും അവൾ ഗിഫ്റ്റായിട്ട് മേടിച്ച് കൊടുത്തല്ലേ, അപ്പോൾ എൻ്റെ അമ്മയുടെ ഇതെല്ലാം എനിക്കും ഉള്ളതല്ലേ, എനിക്ക് അവകാശപ്പെട്ടല്ലേ, അപ്പം ഞാനിതുകൊണ്ട് വിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി വല്ലാതെ ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുക. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി എങ്ങനെയെങ്കിലും ഈ നെക്ലസും കൊണ്ട് പോകണം. അപ്പോൾ ഭയങ്കര ധൃതിയിലൊക്കെ ഇറങ്ങാം. അപ്പോൾ ചന്ദ്ര ചോദിക്കണം, നീ ഇന്ന് ഇത്ര നേരത്തെ രാവിലെ പോകുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അമ്മേ എനിക്ക് പോയിട്ട് കുറേ അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് ഞാനിന്ന് നേരത്തെ പോവുകയാണമ്മേ എന്നൊക്കെ പറയുകയാണ്. നീ നേരത്തെ പോകണോ? അയ്യോ എന്ത് പറ്റി, നിന്റെ തലവേദനയൊക്കെ മാറിയോ? ഇരിക്കുമ്പോൾ തലവേദനയൊക്കെ പെട്ടെന്ന് മാറിയമ്മേ, എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ടെന്നും പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കര ധൃതിക്ക് പോവുകയാണ്. അപ്പോൾ സച്ചി അവിടെ ഉണ്ടാകുന്ന സച്ചിയൊക്കെ ചോദിക്കണം, എന്താടാ നീ ഇത്ര ധൃതിക്ക് പോകുന്നതൊക്കെ ചോദിച്ചപ്പോഴേക്കും ഒന്നുമില്ല, അതൊക്കെ നീ അറിയണം എന്തിനാണ്, ഞാൻ ഷോറൂമിലേക്ക് പോകും, എനിക്കങ്ങനെ പല ബിസിനസ്സും ഉള്ളതാണ്. എടാ നിനക്ക് വല്ലതും ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇവിടെ? ഒന്നുമില്ല. അവരമ്മയ്ക്ക് വേണ്ടി ഒരു തുക്കടാ ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് കൊടുത്തു വന്നിരിക്കുന്നു. എടാ നാണം ഉണ്ടേടാ, എൻ്റെ ഭാര്യ കണ്ടില്ലേ, നെക്ലസ് മേടിച്ചു കൊടുത്തു, പക്ഷെ അമ്മയ്ക്കത് വേണ്ടാത്തത് അമ്മയുടെ കുറ്റം, അല്ലാതെ അവൾ പിണങ്ങി പോയെങ്കിലും അവൾ അങ്ങനെയൊക്കെ മേടിച്ച് കൊടുത്തല്ലോ എന്നും പറയാം. അപ്പോൾ സച്ചിയാണില്ല, അവളെ എവിടെന്നെങ്കിലൊക്കെ മോഷ്ടിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. നീ പോടാ, നിനക്ക് എപ്പോഴും എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്താനല്ലേ സമയമുള്ളൂ, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ രണ്ടുപേരെയും പിരിച്ച് നീ മാറ്റിച്ചത്, നിനക്കും നിൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ സുഖമായിട്ട് കഴിയാൻ വേണ്ടി. അങ്ങനെ കുറേ വാക്കുകളെല്ലാം പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ട് ഫീലിംഗ് ആയി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയുടെ അതൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട, സച്ചിയുടെ ചേട്ടൻ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, എപ്പോഴും എല്ലാവരെയും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരു സ്വഭാവമാണല്ലോ, അതുകൊണ്ട് അതൊന്നും കാര്യമൊക്കെ നിൽക്കേണ്ട, സച്ചിയേട്ടൻ പോകാൻ നോക്ക് എന്ന് ഇത് ഉള്ളതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞു വിടുകയാണ്. പറഞ്ഞു വിടുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ആ ഒരു ബാങ്കിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ എന്ത് വേണം, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെനിക്കൊരു സ്വർണം പണയം വെക്കാനാ. എന്താ ഉരുപ്പടി എന്ന് ചോദിച്ചപ്പോൾ ഒരു മാലയാണോ? അത് എന്തോരമുണ്ട്? അയ്യോ അത് എന്തോരം ഉണ്ടെന്നൊന്നും അറിയില്ല, പക്ഷേ ഇത് എന്തോരം ഉണ്ടെന്ന് നോക്കാവോ, എന്നിട്ട് ഒന്ന് പണയം വെക്കാൻ വേണ്ടി ആയിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശരി, നിങ്ങൾ അങ്ങോട്ട് കൗണ്ടറിലേക്ക് ചെന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ സാധനം എടുക്ക് എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒരു ഭയങ്കര ഉരുപ്പടിയാണ്. അപ്പോൾ അത് ഈ ഒരു സാധനം ഒരു 3-4 പവൻ ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രുതി അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇത് മാല കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് എന്തൊക്കെയോ ഒരു സംശയം, ചേട്ടാ ഇത് സ്വർണം തന്നെയാണോ എന്ന്. അങ്ങനെ അയാൾ ആ ഒരു മാല ഒന്ന് ഉരച്ച് നോക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ എന്തേ കാണിക്കുന്നു, ഉരക്കുന്നോ? അതിൻ്റെ മാറ്റു കുറഞ്ഞ് ഓടൊന്നും ഉരക്കല്ലേ എന്ന് അവിടെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ ഇയാളാണെങ്കിൽ ഉരച്ച് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി അത് സ്വർണ്ണമല്ല എന്ന്. അങ്ങനെ ഇയാൾ മാനേജറെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്, മഹാകള്ളനാണ്, പെരുങ്കള്ളനാണ് വന്നിരിക്കുന്നത്, സ്വർണ്ണമാണെന്നും പറഞ്ഞുകൊണ്ട് കവറിങ് ആണ് അയാൾ പണയം വെക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതെന്നും പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയാളെ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിർത്തിക്കോ, ഞാൻ പോലീസിനെ വിളിക്കാം എന്ന് മാനേജർ പറയുകയാണ്. അങ്ങനെ ഇയാളാണെങ്കിൽ ശ്രുതിയോട് പറയുകയാണ്, ഇത് എത്ര പവനാണെന്നാ പറഞ്ഞത്? ഒരു 2-3 പവൻ കാണും. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലേ? അല്ല ഇതെൻ്റെ അമ്മയുടെയാണേ, അതുകൊണ്ട് അങ്ങനെ കൃത്യമായിട്ട് അറിയാൻ പാടില്ല, അമ്മേൻ്റെ കയ്യിലേക്ക് പണയം വെക്കാൻ വേണ്ടി തന്നാണ്, അപ്പോൾ എത്ര പവനാണെന്ന് ഞാൻ ചോദിച്ചൊന്നുമില്ല, നിങ്ങൾ പൈസ താ എന്ന് പറഞ്ഞപ്പോഴേക്കും പൈസ തരാം കേട്ടോ. അല്ല എത്ര രൂപ കിട്ടും, എത്ര രൂപ വേണം നിങ്ങൾക്ക്? ഒരു 2-3 ലക്ഷം രൂപ കിട്ടിയാൽ അത്രയും മതിയോ? അല്ല അതിലും കൂടുതൽ കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ ധാരാളം. ശരി ഇപ്പം തരാം നിങ്ങൾക്ക് കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യും, കുറച്ച് ഇതൊക്കെ തീർക്കാനുണ്ട്. ശരി സാരമില്ല, ഞാൻ എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്തോളാം എന്നൊക്കെ ശ്രുതിയോട് പറയുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പോലീസ് എത്തുകയാണ്. പോലീസ് എത്തിയിട്ട് ആരാടാ അത് കള്ളൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അയാളാണ് സാർ, അയാളാണ് കവറിങ് ഇതും കൊണ്ട് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. എന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളോ എന്തിനാ പോലീസ് എന്നെ പിടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പറയാടാ, നീ സ്വർണ്ണമാണെന്നും പറഞ്ഞുകൊണ്ട് മുക്കുവണ്ടം പണയം വെക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോടാ? മുക്കുവണ്ടോ? സാറിന് തെറ്റിയതാണ് സാർ, ഇത് മുക്കുവണ്ടോ എന്നല്ല, സ്വർണ്ണമാണ്.
സാർ എന്തൊക്കെയാണ് സാർ പറയുന്നതെന്ന് ചോദിക്കണം. അടേടാ നിനക്ക് എല്ലാം ഞാൻ തെളിയിച്ചു തരാം, നീ മുക്കപ്പിണ്ടം കൊണ്ടുവന്ന് ഇവിടുന്ന് പണയം വെക്കാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലേ. അങ്ങനെ ആ സ്വർണവും കാണിച്ചു. അപ്പോൾ സ്വർണവും കൊണ്ട് പോലീസുകാർ പോവാണ്. അപ്പോൾ ഈ സുധിയേയും ജീപ്പിനകത്തോട്ട് കയറ്റി തകർത്തടിച്ചിട്ട് തന്നെയാണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് സത്യങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ഈ സുധി പറയുന്ന കാര്യങ്ങളും പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ സങ്കടത്തിൻ്റെ ഇതുകൊണ്ട് അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെ ഇതുകൊണ്ടൊന്ന് കുടിച്ച് രാത്രിയായപ്പോൾ കുടിച്ചൊക്കെ വരികയാണ്. കുടിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരികയാണ്. സച്ചിയുടെ എന്ത് പണിയാണ് സച്ചിയുടെ കാണിച്ചത്, സച്ചിയുടെ എന്തിനാണ് സച്ചിയുടെ കുടിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രയും വരുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സച്ചി കുടിച്ച് ലെക്ക് കെട്ട ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സച്ചി പറയണം, എനിക്ക് സന്തോഷമാണ് രേവതി, എൻ്റെ അമ്മയില്ലേ, എൻ്റെ അമ്മയ്ക്ക് ഞാൻ സമ്മാനം കൊടുക്കാനായിട്ട് എനിക്ക് പറ്റി. പക്ഷേ അമ്മയ്ക്ക് എനിക്ക് വലിയ വലിയ സമ്മാനങ്ങൾ കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എൻ്റെ പൈസ ഇല്ല രേവതി, അതുകൊണ്ടുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ എൻ്റെ അമ്മയെ എനിക്ക് വായിൽ കേക്ക് വെച്ച് തന്നു. എനിക്ക് എൻ്റെ അമ്മയെ എത്ര ഇഷ്ടമാണെന്ന് അറിയാവോ രേവതി. അപ്പോൾ അതേ ചന്ദ്രയെ കാണുകയാണ് നമ്മുടെ സച്ചി. ചന്ദ്രയെ കണ്ട ഉടനെ തന്നെ സച്ചി കയ്യിൽ പിടിച്ചിട്ട് എൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഡാൻസ് കളിക്കുക. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ തന്നെ നോക്കിയാണ് അവനെ പോടാ അല്ലെങ്കിൽ കൈ പിടിപ്പിക്കുക ഒന്നും അവിടെ ചന്ദ്ര ചെയ്തുമില്ല. അപ്പോൾ ചന്ദ്രയോട് ഇത്ര സന്തോഷത്തോടെ എൻ്റെ അമ്മ എത്ര സുന്ദരിയാണെന്നറിയാവോ, എൻ്റെ അമ്മയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ ഇങ്ങനെ കറക്കിയെടുത്ത കൈവിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്ര സെറ്റിയിലേക്ക് വീഴുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ കറങ്ങി തിരിഞ്ഞു വന്ന് അമ്മയുടെ മടിയിലേക്ക് അവിടെ കിടക്കുകയാണ്. എൻ്റെ അമ്മയേത്, എൻ്റെ പുന്നാരമ്മയേത്, എനിക്ക് എൻ്റെ അമ്മയെ എത്രമാത്രം ഇഷ്ടമാണെന്ന് അറിയാവോ, ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇതേപോലെ എൻ്റെ അമ്മയുടെ മടി കിടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മ എനിക്ക് പാട്ട് പാടിത്തരേയും പിന്നെ എൻ്റെ അമ്മ എനിക്ക് ചോറ് വാരിത്തരണമെന്നൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നാരമ്മ, എൻ്റെ സുന്ദരി അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയെക്കുറിച്ച് ഇങ്ങനെ പറയാം. അപ്പോൾ മടിയിൽ കിടന്ന് തന്നെ പറയുന്നത്. ചന്ദ്രയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തെന്നില്ലാത്തൊരു മനസ്സ് മാറ്റം ഉണ്ടാവുക. അപ്പോൾ മടി കിടക്കുന്ന സച്ചിയുടെ തലയിൽ ഒന്ന് തലോടുക. ഇത് കണ്ട രേവതി ഞെട്ടിപ്പോയി. ദൈവമേ, എന്താണ് ഈ കാണുന്നതെന്ന് പോലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മുടെ രേവതി നിൽക്കുന്നത്. ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ശ്രുതിയുടെ കാര്യം കട്ടപ്പോക, വീണ്ടും ശ്രുതിക്ക് പണി പാളി, സ്വർണ്ണമാണെന്നും പറഞ്ഞു കൊണ്ട് കൊടുത്തത് മുക്കുപണ്ടം. ഇതോടുകൂടി തന്നെ ശ്രുതിയുടെ ചാപ്റ്റർ ക്ലോസ്. ശ്രുതിയെ പോലീസ് പിടിച്ചിട്ട് പോയി. ഇനി എങ്ങനെ പുറത്തിറക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയുമില്ല. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കൂടെ തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.